ഏറ്റവും രസകരമായ കാര്യം, ശരിക്കും ത്രികോണത്തിന്റെ പൂരം നടക്കുന്നത് തൃശൂർ മണ്ഡലത്തിലാണ്. അതിന്റെ കാരണം തിരുവനന്തപുരവും തൃശ്ശൂരുമായാണ് BJPക്ക് ഏറെ സാധ്യത കൽപ്പിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരത്തിൽ ഒരല്പം അയവ് വന്നിട്ടുണ്ട്. കാരണം പ്രമുഖ മത്സരം ശശി തരൂരിലേക്കും ഏതാണ്ട് രാജീവ് ചന്ദ്രശേഖറിലേക്കും ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ത്രികോണ മത്സരത്തിന്റെ പൂരം അരങ്ങേറിയിരിക്കുകയാണ്. അവിടെ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ പ്രവചിപ്പിക്കുക ഒട്ടും സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് വളരെയേറെ സാധ്യത കൽപ്പിച്ചിരുന്ന മണ്ഡലത്തിൽ ചിത്രങ്ങൾ മാറി മറയുന്നത് അപ്രതീക്ഷിതമായ മുരളീധരന്റെ വരവോടുകൂടിയാണ്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജാജി മാത്യുവും അതുപോലെ തന്നെ പ്രതാപനും തമ്മിൽ ഏറ്റുമുട്ടിയ അംഗത്തിൽ സുരേഷ് ഗോപിയും ഒപ്പമുണ്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, 4 ലക്ഷത്തിലധികം വോട്ട് മേടിച്ച് തൊട്ടു പിന്നിൽ 3,20,000-ലധികം വോട്ടോടുകൂടി രാജാജി മാത്യു, ഏതാണ്ട് 2,80,000-ലധികം 90,000-ലധികം വോട്ടുമായി സുരേഷ് ഗോപിയും ഏതാണ്ട് അടുത്തടുത്ത് നിൽക്കുകയാണെന്നുള്ളതാണ്. അപ്പം ഒരു കാര്യം വളരെ വ്യക്തമാണ്, കഴിഞ്ഞ പ്രാവശ്യവും 1%-ലധികം വോട്ട് ഷെയർ കോൺഗ്രസിന് വർദ്ധിച്ചപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ച അതേ സമയം തന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ടിംഗ് ഷെയർ കുറയുകയാണ് ചെയ്തത്. അതാണ് തൃശൂർ മണ്ഡലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇത് കാണിക്കുന്നത് ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് വരും എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇത്തവണ മണ്ഡലത്തിൽ കിട്ടും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യത വളരെ നിസ്സംശയം പറയാൻ കഴിയും അത് VS സുനിൽകുമാറിനെയാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ പ്രബല മത്സരം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മുരളീധരനും തമ്മിൽ ആകാനാണ് സാധ്യത. അതിന്റെ കാര്യം ഇത് തന്നെയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വോട്ട് ശതമാനത്തിൽ വോട്ടിങ്ങിൽ വോട്ട് ഷെയറിൽ വർധനവ് വന്നപ്പോൾ അത് അഫക്ട് ചെയ്തത് അല്ലെങ്കിൽ അത് സ്വാധീനിച്ചത് കോൺഗ്രസിനെ അല്ല, അത് കൂടുതൽ സ്വാധീനിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇത്തവണ എല്ലാവരും കരുതുന്ന പോലെ സുരേഷ് ഗോപിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടാവും. ആ വർധനവ് കൂടുതൽ അഫക്ട് ചെയ്യാൻ സാധ്യത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ അത് VS സുനിൽകുമാറിനെ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, 3 പേരും മണ്ഡലത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള 3 വ്യക്തികൾ മത്സരിക്കുന്നു എന്നുള്ളതാണ്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ചിരപരിചിതമായ ഒരു മണ്ഡലമാണ് തൃശൂർ എന്ന് പറയുന്നത്, മാളയൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശം. എന്നാൽ VS സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കൈവെള്ളയിൽ നിൽക്കുന്ന മണ്ഡലം, പൂരത്തിന്റെ അരങ്ങിൽ നിന്നുകൊണ്ടാണ് എപ്പോഴും K രാജനും സുനിൽകുമാറും ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മണ്ഡലം എന്ന് പറയുന്നത് CPI സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അരങ്ങ് തന്നെയാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ തീപാറുന്ന മത്സരത്തിനായി വേണ്ടുന്ന സകല അരയും തലയും മുറുക്കിച്ചേകവനെ പോലെ സുരേഷ് ഗോപി ഇറങ്ങിയ മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി എന്നോടൊപ്പം ഉണ്ട് എപ്പോഴും എന്ന് ഉറപ്പുവരുത്തുവാൻ, ആളുകളെ വിശ്വസിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. റൈസ് മുതൽ അങ്ങേയറ്റം റെയിൽ വരെ പലതരത്തിലുള്ള വിവാദങ്ങളും മണ്ഡലത്തിൽ പ്രതിഫലിച്ചതാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അത് ഏതാണ്ട് മുരളീധരനും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കും ഏതാണ്ട് പലതരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നേറുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിന് വളരെ വലിയ മേൽക്കൈയുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ പലരും സുനിൽകുമാറിനും ഏതാണ്ട് മുൻതൂക്കം കൽപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളം മുഴുവൻ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിനെതിരെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് എപ്രകാരം ഇടതുപക്ഷത്തിനെതിരായി ആ മണ്ഡലത്തിൽ വരും എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ വിശകലനത്തിന് വിധേയമാക്കുന്നത്. ഒരുപക്ഷെ എല്ലാ മണ്ഡലങ്ങളിലും ഈ കരുതുന്നത് പോലെ വലിയ ഒരു ഭരണവിരുദ്ധ തരംഗം കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ വന്നാൽ തീർച്ചയായിട്ടും അത് സുനിൽകുമാറിനെ ബാധിക്കുകയും അത് 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് പ്രബലമായി നയിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കോൺഗ്രസും മുരളീധരനും തമ്മിലുള്ള വലിയ മത്സരത്തിലേക്ക് വരികയും സുനിൽകുമാർ 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ആ മണ്ഡലത്തിലുണ്ട്. മുരളീധരന്റെ വരവോടുകൂടി അതുപോലെ തന്നെ സുനിൽകുമാറിലേക്ക് പോകാവുന്ന ചില വോട്ടുകൾക്ക് തടയിടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രബലമായ ചില ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലുള്ള വോട്ടുകൾ അതേപടി കോൺഗ്രസിന് ഉറപ്പിക്കുവാൻ കഴിഞ്ഞതായിട്ടുള്ള വാർത്തയും തൃശ്ശൂരിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്, മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. മാത്രമല്ല, നിന്ന പല തെരഞ്ഞെടുപ്പുകളിലും അപ്രതീക്ഷിതമായി വിജയം കൊയ്യുവാൻ
മുരളിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ വലിയ ഒരു അനുകൂല ഘടകമായി നിൽക്കുന്നു എന്നുള്ളതും വാസ്തവമാണ്. എന്നാൽ അതേസമയം തന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഇമേജ് മണ്ഡലത്തിൽ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ സ്വാഭാവികമായും മണ്ഡലത്തിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന അല്ലെങ്കിൽ വിജയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് പരക്കെ കൽപ്പിക്കപ്പെടുന്ന മോദിയെ സംബന്ധിച്ചിടത്തോളം ആ മന്ത്രിസഭയിൽ ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് ഒരു പരിഗണന ഉണ്ടായേക്കാം, അദ്ദേഹത്തിന് വേണ്ടുന്ന ഒരു പ്രത്യേക പരിഗണന കിട്ടിയേക്കാം എന്നുള്ളൊരു തോന്നൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റ് പല ക്യാമ്പയിനുകളും നിങ്ങൾ പരിശോധിച്ചാൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി ക്യാമ്പയിന് ചുക്കാൻ പിടിച്ചതും സുരേഷ് ഗോപി തുടക്കം മുതൽ തന്നെ മണ്ഡലത്തെ എപ്രകാരം കരുതി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യത നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാത്രമല്ല അവിടെ വോട്ട് കച്ചവടത്തിനുള്ള സാധ്യതയും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറവാണ് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ മത്സരിക്കുന്ന ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും അവിടെ കോൺഗ്രസ് തയ്യാറാവാൻ സാധ്യതയില്ല. എന്നാൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം സുനിൽകുമാർ പരക്കെ സ്വീകാര്യനായ കറകളഞ്ഞ സംശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളൊരു മികവുണ്ട്. അതുകൊണ്ട് തന്നെ തീ പാറുന്ന ത്രികോണ മത്സരത്തിന്റെ വേദിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇവർ മൂന്ന് പേരും ഏതാണ്ട് ഒരേ നിലയിൽ ഈ സാംസ്കാരിക പ്രവർത്തകരുടെ എല്ലാം തന്നെ പിന്തുണ ഉറപ്പുവരുത്തുവാൻ സുരേഷ് ഗോപിക്ക് നിസ്സംശയം കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുവാൻ സുനിൽകുമാർ തീവ്ര പരിശ്രമം നടത്തുന്നുണ്ട്. തങ്ങളുടെ വോട്ട് ക്യാമ്പിൽ പണ്ട് മുതലേ ഇപ്പൊ ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാറിയും മറിഞ്ഞും വന്നിട്ടുള്ള മണ്ഡലമാണ്. കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറിയും തിരിഞ്ഞും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നിട്ടുള്ള മണ്ഡലമാണ് ഇവിടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ കുത്തകയാണ് ഈ മണ്ഡലം എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മാറി മാറി അവസാന 3-4 ലാപ്പുകളിൽ പരിശോധിച്ചാൽ മാറി മാറി വിജയിച്ചു വന്നിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 3-4 പ്രാവശ്യമായി ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായി തൊട്ടടുത്ത് അല്ലെങ്കിൽ ഏത് പാർട്ടിയാണോ അവസാനം ജയിച്ചതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവിടുന്ന് പ്രതാപൻ മാറി മത്സരിക്കാനുള്ള ഒരു കാരണവും. എന്തായാലും അവിടെ മണ്ഡലം മാറി സുരേഷ് ഗോപി എത്തിയത് കാര്യങ്ങൾ കുറെ കൂടി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാക്കിയിട്ടുണ്ട്, അഥവാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാക്കിയിട്ടുണ്ട്. എന്നാൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് എന്തു വില കൊടുത്തും ഒരു സീറ്റ് കിട്ടുക എന്നുള്ളത് ആ മണ്ഡലത്തെ സംരക്ഷിച്ച് തെക്കേ ഇന്ത്യയിൽ മുന്നേറ്റം നടക്കുക, അല്ലെങ്കിൽ ഇനി തെക്കേ ഇന്ത്യ കൂടി തങ്ങളുടെ സ്വാധീനത്തിൽ വന്നെങ്കിൽ മാത്രമേ ഇന്ത്യ തങ്ങളുടേതായി നിലനിർത്തുവാൻ മോദിക്ക് കഴിയൂ എന്നുള്ളൊരു വിശ്വാസം ബി.ജെ.പിക്ക് കഴിയൂ എന്നുള്ളൊരു വിശ്വാസം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല എന്ത് വില കൊടുത്തും ഇവിടുന്ന് ഒരു സീറ്റ് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് അവർ അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും സോഷ്യൽ മീഡിയ ആയാലും മാധ്യമങ്ങളായാലും എല്ലാ സർവ്വവിധ പ്രചരണ ഇതുമായിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ധാർമ്മികതയിൽ ഊന്നിയുള്ള പ്രചരണമാണ് ഇതുവരെ നമ്മൾ കണ്ടത്. വലിയ തരത്തിലുള്ള വിവാദങ്ങൾ സാധാരണ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉള്ള വിവാദത്തിനപ്പുറം വലിയ വിവാദങ്ങളൊന്നും തന്നെ അവിടെയില്ല. സാധാരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറമുള്ള വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ മത്സരം ഇപ്പോഴും ചൂടേറുകയാണ്. ആര് വിജയിക്കും ആര് ജയിക്കുക എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. മണ്ഡലത്തിൽ ഈ മുരളീധരനെതിരായി പാർട്ടിയിൽ ചില അപശബ്ദങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കാരണം സ്വാഭാവികമായിട്ടും അദ്ദേഹം നേരത്തെ KPCC പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം ആ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പത്മജ ബി.ജെ.പിയിലേക്ക് ചേക്കേറിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എത്രത്തോളം കോൺഗ്രസ് പാർട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ എത്രത്തോളം ആ മണ്ഡലത്തിൽ മുരളീധരനെതിരായി മാറും എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്നും നഷ്ടപ്പെടാനുള്ള നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ വർഷം കിട്ടുന്നതിനേക്കാൾ വലിയ വോട്ടോടുകൂടി സുരേഷ് ഗോപി വരുമെന്നുള്ള കാര്യത്തിലുള്ള സംശയമൊന്നുമില്ല. സുരേഷ് ഗോപിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം തങ്ങളെക്കാൾ ഉണ്ടായിരുന്ന 1 ലക്ഷത്തി അധികം വോട്ടുകൾ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ചെങ്കിൽ ബി.ജെ.പി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ പിടിച്ചെങ്കിൽ മാത്രമേ വിജയത്തോടെടുക്കുവാൻ ബി.ജെ.പിക്ക് കഴിയൂ എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അത്രയും വോട്ടുകൾ അദ്ദേഹത്തിന് സ്വായത്തമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഏറ്റവും പോസിറ്റീവായിട്ട് നിലനിൽക്കുന്ന ഘടകം എന്ന് പറയുന്നത് സുനിൽകുമാർ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം LDF-ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ സുനിൽകുമാറിന് കിട്ടിയാലും ഇല്ലെങ്കിലും അപകടം ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. ഇത് രണ്ടിനും ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അപകടകരമായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയാതെ വയ്യ. അതൊക്കെ ഞാൻ പറയുന്നത് കഴിഞ്ഞ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. നിലവിലെ മത്സരത്തിന്റെ ചൂടിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. മാറി മാറി ഒരുപക്ഷെ ഈ ആന്റി ഇൻകംബൻസി എല്ലാ ഭരണവിരുദ്ധ വികാരം തുടർച്ചയായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു അവസ്ഥ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ അത് എല്ലാ മണ്ഡലങ്ങളും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്ന പഠനങ്ങൾ
അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാര്യവട്ടത്തെ സർവേ റിസർച്ച് സെന്റർ ഇത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. മറ്റ് പല ഏജൻസികളും നടത്തിയ പഠനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പല പത്രമാധ്യമങ്ങളും നടത്തിയ സർവേകളിലെ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പഠനങ്ങളിലൊക്കെ പൊതുവായി ആന്റി ഇൻകംബൻസി ഫാക്ടർ, ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ചിടത്തുള്ള ചെറിയ സൂചനകളുണ്ട്. അപ്പൊ അത് എത്രത്തോളം പ്രതിഫലിക്കും, അത് ഉണ്ടാകുമോ, അത് എത്രത്തോളം പ്രതിഫലിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും ഉണ്ടായാൽ അത് സുനിൽകുമാറിന് എതിരായി മാറും. എങ്കിലും ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി എന്നും നിഷ്കളങ്കനായ, അതുപോലെ തന്നെ മണ്ഡലത്തിൽ കറകളഞ്ഞ സംശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഒരു ഇമേജ് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അഴിമതി ആരോപണങ്ങളൊന്നും തന്നെ ഇല്ല. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ശക്തനായ കോൺഗ്രസിന്റെ ഒരു നേതാവ്, അദ്ദേഹത്തെ തന്നെ ഫീൽഡ് ചെയ്തു എന്നുള്ളതൊരു നിർണായക ഘടകമാണ്. എന്തായാലും ഈ 3 പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1, 2, 3 സീറ്റുകൾ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അവർ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്നുള്ളതും. ഇതര മണ്ഡലത്തിലെ പല പ്രചാരണങ്ങളോട് നോക്കിയാൽ ഇടതുപക്ഷം വളരെ വലിയ ഒരു പരിഗണന കൽപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തീപാറുന്ന മത്സരമാണ്. ഈ മത്സരത്തിൽ എന്തായാലും ഘടകങ്ങൾ, വോട്ടിംഗ് ശതമാനത്തിൽ സുരേഷ് ഗോപി വളരെ മുൻപിലെത്താനുള്ള, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വളരെ കൂടുതൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്നാൽ അത് മുരളീധരന് അപ്പുറം കടക്കുവാനുള്ള ഒരു സാധ്യത സുരേഷ് ഗോപിക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തായാലും പല വിഭാഗങ്ങളുടെയും, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് കിട്ടാത്ത പല വിഭാഗങ്ങളുടെയും വോട്ട് കൂടെ നിർത്തുവാൻ അദ്ദേഹം അവിടുത്തെ പള്ളി വിവാദവുമായി ബന്ധപ്പെട്ട് അവിടെ ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് എത്തിച്ചു വരാൻ നടത്തുന്ന ശ്രമങ്ങൾ, കുറച്ച് മൈനോറിറ്റി വോട്ടുകൾ തങ്ങളോട് ഒപ്പം നിർത്തുവാൻ സുരേഷ് ഗോപി നടത്തുന്ന ശ്രമങ്ങൾ, ഇതൊക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരുന്ന് കാണുന്നത്. അത് വോട്ടായി മാറിയാൽ തീർച്ചയായിട്ടും മുരളീധരന് മുന്നിൽ പോകുവാൻ സുരേഷ് ഗോപിക്ക് കഴിയും എന്നുള്ളതാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒരുമിച്ച് പറയുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ടുകൾ കിട്ടും എന്ന് തന്നെയാണ്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, അദ്ദേഹം വടകരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപക്ഷെ പ്രതാപൻ മാറി താൻ വരുന്നു എന്നുള്ളൊരു ഒരു ആ പ്രതാപനെതിരെയുള്ള ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ അതെന്തായാലും മുരളിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയില്ല. അതേസമയം തന്നെ ഭരണവിരുദ്ധ വികാരം മിക്കവാറും മുരളീധരന് ഒരു തുണയായി മാറും എന്നുള്ളൊരു ഘടകം കൂടിയുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി കേരളത്തിലൊക്കെ മത്സരിക്കുന്നത്, എന്തായാലും അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു സ്പിൽ ഓവർ എഫക്ട് മുരളീധരൻ ഉണ്ടാകും. എന്തായാലും ഇനി അധിക ദിവസങ്ങളില്ല. ചൂടേറുന്ന ഈ ഒരു മത്സരത്തിൽ ഒട്ടും പ്രവചനം സാധിക്കാത്തൊരു മണ്ഡലമായി നമ്മൾ വിലയിരുത്തപ്പെടുന്നത് തൃശ്ശൂർ തന്നെയാണ്. അവിടെ എന്തായാലും BJPക്ക് വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസും കാത്തിരിക്കുകയാണ്. ഒട്ടും പിന്നിലല്ല VS സുനിൽകുമാറും.